എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മിഡിൽ ഗെയിം പരിചയപ്പെടാം. ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വൈറ്റിനും ബ്ലാക്കിനും കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള പൊസിഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ പൊസിഷനിൽ അടുത്ത നീക്കം നടത്തേണ്ടത് ബ്ലാക്ക് ആയിരുന്നു. എന്നാൽ ബ്ലാക്ക് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് നടത്തുന്നത്. പോൺ B5, പോൺ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ C4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ C4-ലിരിക്കുന്ന പോൺ B5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ C4-ലിരിക്കുന്ന പോണിൽ നിന്നും D5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. C ക്രോസ് D5. വൈറ്റ് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഈ സാഹചര്യത്തിൽ A ക്രോസ് B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് B5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും അപ്പോൾ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് B5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുമ്പോൾ ഒരു പോൺ ലീഡ് വരുമെന്നുള്ളതായിരുന്നു. എന്നാൽ വൈറ്റിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അടുത്തതായി നടത്തുന്നത്. പോൺ D5, E ക്രോസ് D5, നൈറ്റ് ക്രോസ് D5. നൈറ്റ് ക്രോസ് D5 എന്ന നീക്കത്തിന് പകരം E ക്രോസ് D5 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ വൈറ്റിൻ്റെ റൂക്കുകൾക്ക് വളരെ മനോഹരമായ ഒരു ഫയൽ നേടിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. നൈറ്റ് ക്രോസ് D5, ബിഷപ്പ് ക്രോസ് D5. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ വെട്ടിയെടുത്താൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് D5-ലിരിക്കുന്ന ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും അപ്പോൾ നിഷ്പ്രയാസം ബ്ലാക്കിൻ്റെ റൂക്ക് ഡബിൾ ചെയ്യുവാൻ സാധിക്കുകയും D4-ലിരിക്കുന്ന നൈറ്റിന് വലിയ ഒരു ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്യുന്നു. പോൺ B4, B ക്രോസ് G2, കിങ് ക്രോസ് G2. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടുമ്പോൾ വൈറ്റിൻ്റെ പ്രതിരോധത്തിലിരിക്കുന്ന ബിഷപ്പിനെ വെട്ടിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ E5, B ക്രോസ് C5, E ക്രോസ് D4. വൈറ്റിനും ബ്ലാക്കിനും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് നിയന്ത്രണത്തിലിരുന്നിരുന്ന നൈറ്റുകൾ നഷ്ടപ്പെടുന്നു. റൂക്ക് D2, ബ്ലാക്കിൻ്റെ സെൻട്രൽ ഫയലിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. R ക്രോസ് C5. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് C5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും B5-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ വൈറ്റ് B ക്രോസ് A6, ബ്ലാക്കിൻ്റെ A6-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുന്നു. ക്യൂൻ A8 പ്ലസ് ക്യൂൻ F3. ക്യൂൻ F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്കിനെ പ്രതിരോധിക്കുന്നു. ക്യൂ ക്രോസ് A6, R E D1, റൂക്ക് F5. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ E4. എന്നാൽ ബ്ലാക്കിൻ്റെ D4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും റൂക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. ക്യൂൻ A4. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം കൂടി നൽകുന്നു. പോൺ A3. വൈറ്റ് സെക്കൻഡ് റാങ്കിലിരിക്കുന്ന പോണിനെ തേർഡ് റാങ്കിലേക്ക് ഒരു നീക്കം നടത്തുന്നു. അതിന് കാരണം ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ D1-ലിരിക്കുന്ന റൂക്കിനെ വെട്ടിയെടുക്കും. രണ്ട് റൂക്കുകൾക്കെതിരെ ക്യൂൻ വിട്ടു നൽകുന്ന ഒരു തന്ത്രം ബ്ലാക്ക് പരീക്ഷിക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് റൂക്ക് E8. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ B7, റൂക്ക് D8, R D3, H4, റൂക്ക് D2. ക്യൂൻ E8, R D2 എന്ന നീക്കം നടത്തുമ്പോൾ E1 എന്ന സ്ക്വയറിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ക്യൂൻ E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിന് നഷ്ടപ്പെട്ട സ്ക്വയറിൻ്റെ നിയന്ത്രണം ബ്ലാക്ക് ഏറ്റെടുക്കുന്നു. K F1. ഈ പൊസിഷനിൽ ബ്ലാക്ക് നിരന്തരമുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ പോൺ ഒരു എഡ്ജ് സ്ക്വയറിലും ബ്ലാക്കിൻ്റെ പോൺ സെൻട്രൽ ഫയലിലുമായതുകൊണ്ട് D4-ൽ ഇരിക്കുന്ന പോൺ വൈറ്റിന് വളരെയധികം പ്രഷർ നൽകുന്നു. റൂക്ക് B8, ക്യൂൻ C7. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ഈ പൊസിഷനിൽ ബ്ലാക്ക് തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ നിയന്ത്രണം 100% ബ്ലാക്കിൻ്റെ കൈവശമാക്കുന്നു. റൂക്ക് ക്രോസ് B2. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിന് ബ്ലാക്ക് തയ്യാറാകുന്നു. റൂക്ക് ക്രോസ് B2. E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബ്ലാക്കിന് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. ക്യൂൻ E4,
ക്യൂൻ E4 എന്ന നീക്കം നടത്തുമ്പോൾ D3യിലിരിക്കുന്ന റൂക്കിന് ഒരു ആക്രമണം നൽകുവാനും അതേസമയം തന്നെ H1 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു. ക്യൂൻ C4, ക്യൂനിനെ C4 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിന് ഒരു സംരക്ഷണം നൽകുന്നു. ക്യൂൻ H1 പ്ലസ് KE2 QG1, ക്യൂൻ G1 എന്ന നീക്കം നടത്തിക്കൊണ്ട് F2വിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സംരക്ഷിച്ചാൽ ക്യൂൻ G2 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്ക് നഷ്ടപ്പെടുന്നു. റൂക്ക് B8 പ്ലസ് വൈറ്റ് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകിക്കൊണ്ട് റൂക്കിനെ സംരക്ഷിക്കുന്നു. KH7 F4 H4 റൂക്ക് B5. ഈ സാഹചര്യത്തിൽ വൈറ്റ് ചെയ്യുന്നത് ബ്ലാക്കിൻ്റെ പരമാവധി പീസുകൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ ആക്രമണത്തിൻ്റെ ഗാഢത കുറയ്ക്കുവാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. R ക്രോസ് B5, Q ക്രോസ് B5, H ക്രോസ് G3, ക്യൂൻ G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് G3യിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ക്യൂൻ F2 പ്ലസ് കിങ് D1, ക്യൂൻ F1 പ്ലസ് കിങ് C2, ക്യൂൻ E2 പ്ലസ് റൂക്ക് D2, D3 പ്ലസ് കിങ് C1, ക്യൂൻ E1 പ്ലസ് റൂക്ക് D1, ക്യൂ C3 പ്ലസ് ക്യൂൻ B2 പ്ലസ് ചെക്ക്മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.